അങ്ങനെ തങ്ങളുടെ രാജാവിന്റെ പതനം കണ്ട് രാക്ഷസ സൈന്യം ഭയപ്പെട്ട് ഓടിപ്പോയി. കണ്ണിൽ നിന്നും ഒഴുകുന്ന അശ്രുധാരയോടെ അവർ നഗരത്തിലേക്ക് പാഞ്ഞു. വാനരന്മാർ അവരുടെ നാഥനായ രാമന് ജയാഘോഷം മുഴക്കി. ആ ശബ്ദാഘോഷം വാനരന്മാരെ അനുഗമിക്കുന്നതായി തോന്നി. സ്വർഗത്തിൽ നിന്ന് സംഗീത ധ്വനിയുണ്ടായി. ആകാശത്ത് നിന്ന് കാഹളവും പെരുമ്പറയും കേൾക്കപ്പെട്ടു. വായു സുഗന്ധം പരത്തി. രാമന്റെ രഥത്തിന്മേൽ സ്വർഗത്തിൽ നിന്ന് പുഷ്പവൃക്ഷിയുണ്ടായി. ബേഷ് ബേഷ് എന്നുള്ള വരികളാൽ മുഖരിതമായി തീർന്നു ആകാശം. ദേവന്മാരുടെ ദുഃഖം തീർന്നു. 4 ദിക്കുകളിലും തെളിഞ്ഞു പ്രകാശിച്ചു. ആകാശത്ത് നിന്ന് നീലിമ കൈവന്നു. ഭൂമി പച്ച പിടിച്ചു. ജലത്തിന് മാധുര്യമേറി. സൂര്യൻ ഓജസ്സും തേജസ്സും കൈവന്നു. സുഗ്രീവൻ, വിഭീഷണൻ, ലക്ഷ്മണൻ എന്നിവർ മറ്റുള്ളവരോടും കൂടി രാമന്റെ അടുത്ത് ചെന്നു. ഉന്മേഷം തുളുമ്പുന്ന മുഖത്തോടുകൂടി അവർ അദ്ദേഹത്തിനെ നോക്കി. ആഹ്ലാദ തീരത്തിൽ അവർക്ക് വാക്കൊന്നും പുറപ്പെട്ടില്ല. അവരുടെ നയനങ്ങളിൽ കൊല്ലുമെന്നുള്ള ശബ്ദം പാലിച്ച രാമൻ സ്വന്തക്കാരാൽ ചുറ്റപ്പെട്ട് സാഭിമാനം, സസന്തോഷം അവിടെ നിന്നു. ദേവന്മാരുടെ ചുറ്റപ്പെട്ട ഇന്ദ്രനെ പോലെയായിരുന്നു അദ്ദേഹം. പെട്ടെന്ന് വിഭീഷണൻ പറഞ്ഞു, എന്റെ ഈ ജ്യേഷ്ഠനെ ആർക്കും പരാജിതനാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ദ്രന് തന്റെ സർവ്വസൈന്യത്തോടും കൂടി വന്നാലും അദ്ദേഹത്തെ നേരിടുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നിട്ടും ശ്രേഷ്ഠനും വീരനുമായ രാമന് ഇത് കഴിഞ്ഞു. ഇത് കേട്ടപ്പോൾ രാമൻ പറഞ്ഞു, വിഭീഷണ, മരണത്തോടെ എല്ലാ ശത്രുതയും അവസാനിക്കുന്നു. മരണം ശത്രുവിന്റെ ജീവനെ ഇല്ലാതാക്കുമ്പോൾ നമ്മുടെ ചുമതലകൾ അവസാനിക്കുന്നു. ഇപ്പോൾ ഈ രാവണൻ എന്റെയും അങ്ങയുടെയും തുല്യ ബന്ധുവായിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടതായ സംസ്കാര കർമാദികൾ നിർവഹിക്കുക. രാവണന്റെ രാജ്ഞി ഇന്ദ്രജിത്തിന്റെ അമ്മ യുദ്ധഭൂമിയിലേക്ക് വന്നു. തന്റെ പ്രാണനാഥന്റെ പ്രിയപ്പെട്ട മുഖം നോക്കിക്കൊണ്ട് നിർനിമിഷയായി അവൾ ഒരു നിമിഷം നിന്നു. ഉടൻ അദ്ദേഹത്തിന് അരിയത്തേക്ക് ചാഞ്ഞു. അവളുടെ ദുഃഖം അവളെ ദഹിപ്പിക്കുന്നതായിരുന്നു. ആർത്തനാദത്തോടെ അവൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ നാഥ, ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യന്, കേവലം ഒരു മനുഷ്യന് എൻ്റെ നാഥനെ കൊല്ലുവാൻ കഴിയുകയില്ല. രാമനൊരു മനുഷ്യനല്ല, അദ്ദേഹം ദിവ്യനായ ആരോ ആണ്. ഏകനായി നിന്നുകൊണ്ട് അദ്ദേഹം ഖര, ദൂഷണ, ത്രിശരസുകളെയും അവരോടൊന്നിച്ചുണ്ടായിരുന്ന 14,000-ഓളം വരുന്ന സൈന്യത്തെയും നിഹനിച്ചു എന്ന വസ്തുതയിൽ നിന്ന് തന്നെ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. നമുക്ക് വസ്തുത ബോധ്യപ്പെടേണ്ടതായിരുന്നു. നമ്മളതൊരു മുന്നറിയിപ്പായി പരിഗണിക്കേണ്ടതായിരുന്നു. വായുദേവനോട് കൂടി അനുവാദം കൂടാതെ കടന്നു വരുവാനാവാത്ത ഈ ലങ്കയിൽ ഹനുമാൻ സ്വേച്ഛയായി പ്രവേശിച്ചപ്പോൾ ആ മുന്നറിയിപ്പ് കൈക്കൊള്ളുവാനുള്ള സൽബുദ്ധി നമുക്കുണ്ടാവേണ്ടതായിരുന്നു. രാമന്റെ കൽപ്പന പ്രകാരം വാനരന്മാർ സമുദ്രത്തിനെതിരെ പാലം പണിതിരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ രാമൻ ഒരു മനുഷ്യനല്ല എന്ന് എനിക്ക് ബോധ്യമായതാണ്. ഒരുപക്ഷെ ഭഗവാൻ മഹാദേവൻ തന്നെയാവാം സീതയുടെ രൂപത്തിൽ ഈ മായ സൃഷ്ടിച്ചത്. എന്നാൽ ഇപ്പോൾ രാമൻ ആരാണെന്നുള്ള സത്യം എൻ്റെ ബുദ്ധിയിൽ തെളിയുന്നുണ്ട്. അദ്ദേഹം സർവേശ്വരനായ നാരായണനാണ്. യോഗകളിൽ വെച്ച് അത്യുത്കൃഷ്ടനായവൻ, സാക്ഷാൽ പരമാത്മ ചൈതന്യം, പ്രാചീനൻ, ആദിമാദ്യന്തങ്ങളില്ലാത്ത ഏകസത്യം, ശാശ്വതം. അദ്ദേഹം മഹത്തുക്കളിൽ വെച്ച് മഹത്തുക്കളാണ്. അവിദ്യയ്ക്കപ്പുറമാണ് അദ്ദേഹം. അദ്ദേഹം പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവാണ്. ശംചക്ര ഗതന്താലാധികരായ ഈ മഹാപ്രഭുവിന്റെ മാരടത്തിൽ ശ്രീവത്സം എന്നൊരു മറുണ്ട്. അദ്ദേഹത്തോടൊപ്പം എപ്പോഴും മഹാലക്ഷ്മി ഉണ്ടായിരിക്കും. അദ്ദേഹം മാറ്റത്തിന് അതീതനല്ല. അദ്ദേഹം ത്രൈലോക്യനാഥനാണ്. ഈ രാമൻ ആ ഭഗവാൻ നാരായണൻ തന്നെയാണ്. അതേപ്പറ്റി എനിക്കൊരു സംശയവുമില്ല. മനുഷ്യരുടെയും ദേവന്മാരുടെയും ഹിതം ചെയ്യുവാനായി അദ്ദേഹം ഇപ്പോൾ മനുഷ്യരൂപം പൂണ്ടിരിക്കുകയാണ്. വളരെ ഗർവിഷ്ഠയായ ഒരു സ്ത്രീയായിരുന്നു ഞാൻ. എൻ്റെ നാഥനൊന്നും സംഭവിക്കുകയില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ അച്ഛൻ ദാനവന്മാരുടെ രാജാവാണ്. എൻ്റെ ഭർത്താവ് കേൾവി കേട്ട മഹാനായ രാക്ഷസ രാജാവായ രാവണനാണ്. സ്വർഗാധിപനായ ഇന്ദ്രനെ കൂമ്പുപിടിപ്പിച്ച ധീരനായ ഇന്ദ്രജിത്ത് എൻ്റെ പുത്രനാണ്. നിങ്ങൾ 3 പേരെയും വിചാരിച്ച് ഞാൻ എത്രയോ സുരക്ഷിതനാണെന്ന് സ്വയം സങ്കല്പിച്ചു. എൻ്റെ പുത്രനെയും എൻ്റെ നാഥനെയും തട്ടിയെടുത്ത് ഈ അത്യാഹിതം എനിക്ക് എങ്ങനെ പ്രതീക്ഷിക്കാനാവും? അതോടൊപ്പം തന്നെ അങ്ങനെ വേണ്ടത്ര സ്നേഹിച്ചിരുന്നില്ലെന്നത് വ്യക്തമാണ്. അതല്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ചു പോകാനുള്ള ഹൃദയം അങ്ങക്ക് എങ്ങനെ ഉണ്ടായി? ഒരുപക്ഷെ ഞാൻ അങ്ങയെ ദ്രോഹിച്ചിട്ടുണ്ടാവാം. അതിന് പകരം എന്നെ ശിക്ഷിക്കുവാൻ വേണ്ടി അങ്ങനെ ഉപേക്ഷിച്ചതാകാം. ഇതിൽ നിന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു. യുദ്ധത്തിൽ അങ്ങ് രാമനാൽ പരാജിതനാക്കപ്പെട്ടിട്ടില്ല. സ്വന്തം പാപകൃത്യങ്ങളാണ് യഥാർത്ഥത്തിൽ അങ്ങയെ കൊന്നത്. എങ്കിലും ശത്രുക്കളും ദേവന്മാരും ജയഭേരി മുഴക്കുമ്പോൾ അങ്ങക്ക് എങ്ങനെയാണിങ്ങനെ അടങ്ങിക്കിടക്കുവാൻ കഴിയുന്നത്? അങ്ങയ്ക്ക് ഭൂമിയോട് അളവറ്റ അനുരാഗം തോന്നിയിട്ടുണ്ടാവാം. അവളുടെ ചുംബനമാണല്ലോ അങ്ങിപ്പോൾ ഏറെ ഇഷ്ടപ്പെടുന്നത്. ഇനിമേൽ എൻ്റേതല്ലല്ലേ? മണ്ഡോദരി രാവണന്റെ അരികിൽ നിന്ന് ബോധമറ്റു വീണു. മറ്റ് സ്ത്രീകൾ അവളെ ബോധമുണർത്തുവാനും സമാധാനിപ്പിക്കുവാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇതെല്ലാം കണ്ട രാമൻ പറഞ്ഞു, വിഭീഷണ, ഈ സ്ത്രീകളെ അന്തഃപുരത്തിലേക്ക് അയക്കുവാനുള്ള ഏർപ്പാട് ചെയ്യൂ. ജ്യേഷ്ഠനു വേണ്ടിയുള്ള സംസ്കാര പ്രതിക്രമങ്ങൾ ചെയ്യുവാനുള്ള ശ്രമം ആരംഭിക്കും. വിഭീഷണൻ വളരെ പ്രയാസപ്പെട്ട് രാവണന്റെ ശരീരത്തെ വിട്ടുപോകുവാൻ സ്ത്രീകളെ പ്രേരിപ്പിച്ചു.
അദ്ദേഹം സാന്ത്വനോക്തികൾ പറയുകയും ചെയ്തു. രോദനങ്ങൾക്കിടയിൽ മണ്ഡോദരിയും മറ്റ് അപ്സര സ്ത്രീകളും യുദ്ധഭൂമിയിൽ വീണു. തങ്ങളുടെ നാഥന്റെ മുഖത്തേക്ക് ഇനി ഒരിക്കലും പ്രേമപൂർവ്വം നോക്കുവാൻ സാധിക്കുകയില്ലെന്ന് അവർ ബോധ്യപ്പെട്ടു. അവരുടെ ഹൃദയങ്ങൾ തകർന്ന നിലയിലായി. അങ്ങനെ ബാക്കിയുള്ള സ്ത്രീകളെല്ലാം അന്തഃപുരത്തിലേക്ക് പോവുകയും ചെയ്തു. വിഭീഷണൻ സ്നാനം ചെയ്തു. ഈറനുടുത്തുകൊണ്ട് അദ്ദേഹം ദർഭപ്പുല്ലും എള്ളും കയ്യിൽ കൂട്ടിപ്പിടിച്ച് അതിൽ ജലം മുക്കിയെടുത്ത് പരേതാത്മാവിന് അർഘ്യമർപ്പിച്ചു. തെക്കോട്ട് തിരിഞ്ഞ് സാഷ്ടാംഗം പ്രണാമം ചെയ്തു. അവിടെ കൂടിയിരുന്ന സ്ത്രീകളെയും പിന്നെയും സമാധാനിപ്പിച്ചു. അവരെ അന്തഃപുരത്തിലേക്ക് മടക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഇന്ദ്രന്റെ രഥത്തിന് മുന്നാലെ രാമൻ പ്രണമിച്ചു. അതിനെ വേണ്ടവിധം പൂജിച്ച ശേഷം അദ്ദേഹം മാതലിയോട് സാനുരാഗം യാത്ര പറഞ്ഞു. അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചയക്കുകയും ചെയ്തു. രാമന്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. അദ്ദേഹം സുഗ്രീവനെ മാറോടണിച്ചു. പിന്നീട് അദ്ദേഹം സൈന്യമധ്യത്തിൽ ചെന്ന് ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞു: കുഞ്ഞേ, വിഭീഷണൻ എൻ്റെ ഭക്തനാണ്. ഞാൻ അദ്ദേഹത്തിനോട് കടപ്പെട്ടവനുമാണ്. അദ്ദേഹത്തിന്റെ അർപ്പണ മനോഭാവവും 1000 തരത്തിൽ അദ്ദേഹം നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മെ അളവറ്റ് സ്നേഹിച്ചിട്ടുമുണ്ട്. കിരീടധാരണം അത് വിഭീഷണന് വേണ്ടി ചെയ്യുക. കിരീടധാരണത്തിന് ശേഷം വിഭീഷണൻ ധൃതിയോടെ രാമന്റെ അടുത്തേക്ക് ചെന്നു. ആ യാത്രവേളയിൽ പൗരന്മാർ അദ്ദേഹത്തിന് പുഷ്പം, മലർ ഇവ കൊണ്ട് ബഹുമാനിച്ചു. വിഭീഷണൻ രാമന്റെ സമീപം ചെന്നു. രാമൻ ചങ്ങാതിമാരിൽ ചുറ്റിപ്പെട്ട് ഇരിക്കുകയായിരുന്നു. വിഭീഷണൻ രാമന് മംഗല്യ വസ്തുക്കൾ കാഴ്ചവെച്ചു. വിഭീഷണനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി രാമൻ അത് സ്വീകരിക്കുകയും ചെയ്തു. രാമൻ അപ്പോൾ തന്നെ ഹനുമാന്റെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു: ഇപ്പോൾ ലങ്കനാഥനായി കഴിഞ്ഞ വിഭീഷണനെ ബഹുമാനിക്കുക. അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടി നഗരത്തിൽ പ്രവേശിക്കുക. സീതയെ തടവുകാരിയാക്കി വെച്ചിട്ടുള്ള അശോകവനത്തിലേക്ക് പോവുക. എനിക്ക് കുശലം എന്തെന്നറിയിക്കുക. ഹനുമാൻ രാമന്റെ നിർദ്ദേശം അനുസരിച്ചു. അദ്ദേഹം വിഭീഷണന്റെ സന്തോഷപൂർണമായ അനുവാദത്തോടെ അശോകവനിയിൽ പ്രവേശിച്ചു. സീതയെ കണ്ടു. ഹനുമാൻ സീതയുടെ അടുത്തേക്ക് ചെന്നു. ഇരു കൈകളും കൂപ്പിക്കൊണ്ട് അരികിലായി നിന്നു. ഒരു നിമിഷ നേരത്തേക്ക് സീത അദ്ദേഹത്തിന്റെ ആഗമനത്തിൽ പ്രതികരിച്ചില്ല. പിന്നീട് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ സീത ആഘാതം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഹാർദമായ സ്വാഗതമേറി. സീത കാര്യങ്ങളൊക്കെ അറിഞ്ഞു. സീത സന്തോഷ ആധിക്യത്താൽ നിരുടകണ്ഠമായി തീർന്നു. അത് കണ്ട ഹനുമാൻ ചോദിച്ചു: ഇനിയും എന്താണ് ഈ വിഷമം? ദേവിയെ വിഷമിക്കുന്നത് എന്തിനാണ്? എന്തുകൊണ്ടാണ് ദേവി നിശബ്ദയായിരിക്കുന്നത്? എന്നാൽ അതിനൊരു ആശ്വാസം എന്ന രൂപേണ സീത സൗമ്യമായി മന്ദഹസിച്ചു. എന്നിട്ട് പറയുകയും ചെയ്തു: അദ്ദേഹത്തെ കാണുവാൻ ഞാൻ ഉത്സുകയായിരിക്കുന്നു. ഹനുമാൻ മറുപടി നൽകി: ദേവി താമസിയാതെ തന്നെ ദേവി രാമനോട് ഒത്തുചേരും. ഇന്ദ്രനും ശചിയും എന്ന പോലെ നിങ്ങൾ പ്രശോഭിക്കുകയും ചെയ്യും. ഹനുമാൻ രാമന്റെ രാജ്ഞിയോട് വിടവാങ്ങി അദ്ദേഹത്തിന്റെ അടുത്തിലേക്ക് ധൃതപ്പെട്ടു പോവുകയും ചെയ്തു. ഹനുമാൻ രാമന്റെ മുമ്പിലെത്തി സീതയെ കണ്ട വിവരം അദ്ദേഹത്തോട് പറഞ്ഞു. അതിനുശേഷം രാമൻ വളരെ നേരം ആലോചനയിലാണ്ടു. അദ്ദേഹം നെടുവീർപ്പെട്ടു. വിഭീഷണൻ അദ്ദേഹത്തിന്റെ സ്ത്രീകളോടൊത്ത് സീതയുടെ അടുത്ത് ചെന്നു. ദേവിയെ കൊണ്ടുപോകുവാൻ പല്ലക്ക് തയ്യാറാക്കിയിട്ടുണ്ടെന്ന കാര്യം അറിയിച്ചു. ദേവി, എന്റെ പ്രഭുവായ രാമൻ പട്ടുകളും സ്വർണ്ണാഭരണങ്ങളും ധരിപ്പിച്ച് ദേവിയെ അദ്ദേഹത്തിന്റെ അടുത്തിലേക്ക് കൊണ്ടുപോകുവാൻ എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് ഞാൻ എപ്പോഴും ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സീതയാണെങ്കിൽ രാമൻ കൺകണ്ട ദൈവമാണ് എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. വിഭീഷണൻ രാമന്റെ അടുത്തെത്തി. രാമൻ അപ്പോഴും ചിന്തയിലാണ്ടിരിക്കുകയായിരുന്നു. രാമന്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് സീതയെ കൊണ്ട് വന്നിരിക്കുന്നുവെന്ന വാർത്ത സന്തോഷം അദ്ദേഹം രാമനെ അറിയിച്ചു. രാമനാകട്ടെ വിഷണ്ണ നാട്യത്തോടെ കീഴ്പോട്ട് നോക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ആ ഒരു മുഹൂർത്തം അടുത്തെത്തി. രാമനും സീതയും നേർക്കുനേർ കണ്ടു. അവരവരുടെ സ്നേഹം അന്യോന്യം കൈമാറി. പെട്ടെന്ന് രാമന്റെ ചെവിയിൽ പലതരത്തിലുള്ള സ്വരങ്ങൾ പതിഞ്ഞു. സീത ശുദ്ധിയുള്ളവളല്ല എന്നും രാമൻ ഈ സീതയെ ഉപേക്ഷിക്കുകയാണ് വേണ്ടതെന്നുമുള്ള മുറുമുറുപ്പുകൾ അവിടെ എങ്ങും പരന്നു തുടങ്ങി. ഇതേ തുടർന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് അഗ്നി പരീക്ഷയ്ക്കായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യുവാൻ പറഞ്ഞു. ലക്ഷ്മണൻ അഗ്നി തയ്യാറാക്കി. ഇരു സൈന്യങ്ങളിൽ സ്തംഭിച്ചു. അവർ അറിഞ്ഞിട്ടില്ലാത്ത ഒരു രാമനാണ് ഈ നിൽക്കുന്നതെന്ന് അവർക്ക് തോന്നി. അഗ്നി ജ്വലിച്ചു. സീത അഗ്നിയെ പ്രദക്ഷിണം വെച്ചു. ദീനാനുകമ്പയാൽ സ്ത്രീകൾ അലുമുറയിട്ടു. 3 ലോകങ്ങളും ദേവദാന ഗന്ധർവന്മാരും ആ കാഴ്ച കണ്ടു ഞെട്ടി. അമ്പരപ്പും ദുഃഖവും കൊണ്ടുള്ള ആർത്തനാദങ്ങൾ ആകാശം മുഖരിതമാക്കി. അപ്പോഴും മുഖത്തൊരു കോപഭാവവും പൂണ്ട് തലതാഴ്ത്തിയ നിലയിൽ രാമൻ അവിടെ തന്നെ നിന്നു. തന്റെ ചുറ്റുമുള്ളവരിൽ നിന്നും കൊടും ഭീതി, അമ്പരപ്പ്, അനുകമ്പ എന്നീ മനോവികാരങ്ങളോടുകൂടി ആർത്തുവിളികൾ ഉയരുന്നത് രാമൻ കേട്ടു. അദ്ദേഹം തലചരിച്ച് മുഖം താഴ്ത്തി നിന്നു. അദ്ദേഹത്തിന്റെ ഇരു കണ്ണുകളും നിറഞ്ഞു തുളുമ്പിയിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സോ അതികഠിനമായ പ്രക്ഷുബ്ധാവസ്ഥയിലുമായിരുന്നു. ഈ കൃത്യം കാണുവാൻ ദേവന്മാരും ദൈവങ്ങളും അവിടെ എത്തിയിരുന്നു. തൽക്ഷണം അഗ്നിപരീക്ഷ സീത വിജയകരമായി പൂർത്തീകരിച്ചു. തുടർന്നവർ തിരിച്ച് അയോധ്യയിലേക്ക് മടങ്ങുകയും ചെയ്തു. അശോകൻ, വിജയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള മന്ത്രിപരവന്മാർ വസിഷ്ഠന്റെ അടുത്ത് ചെന്ന് രാമന്റെ കിരീടധാരണ ചുമതല ഏറ്റെടുക്കണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ കിരീടധാരണ മഹോത്സവം പ്രതാപത്തിനനുസരിച്ച് ഗംഭീരമായി തന്നെ പര്യവസാനിച്ചു. സുഗ്രീവൻ തന്റെ സൈന്യത്തോടും ഹനുമാനോടും കൂടി രാമനോട് യാത്ര പറഞ്ഞ് കിഷ്കിന്ധ്യയിലേക്ക് മടങ്ങിപ്പോയി. വിഭീഷണൻ ലങ്കയിലേക്ക് മടങ്ങി. രാമൻ പറഞ്ഞു: ലക്ഷ്മണ, എന്നോടൊപ്പം ഈ പൂർവികമായി ലഭിച്ച രാജ്യം ഭരിക്കുക. എന്നോട് സമനാകുക.
ഞാൻ അങ്ങയെ യുവരാജാവായി അഭിഷേകം ചെയ്യുവാൻ പോവുകയാണ്. സ്വതവേ ജ്യേഷ്ഠന്റെ മതം അക്ഷരാർത്ഥം അനുസരിക്കുന്ന ലക്ഷ്മണൻ ബഹുധാ പ്രേരിക്കപ്പെട്ടെങ്കിലും ഇക്കാര്യത്തിൽ വഴിപെട്ടില്ല. ലക്ഷ്മണന്റെ അഭിപ്രായപ്രകാരം രാമൻ ഭരതനെ യുവരാജാവാക്കി. രാമൻ അശ്വമേധം നടത്തി, മറ്റു പല യാഗങ്ങളും ചെയ്തു. അദ്ദേഹം തന്റെ അച്ഛൻ ചെയ്തിരുന്ന രീതിയിൽ തന്നെ ലോകപരിപാലനം ചെയ്തു. അദ്ദേഹം ഇക്ഷ്വാകു വംശത്തിന്റെ സൂര്യവംശത്തിന്റെ തന്നെ മഹിമ നിലനിർത്തി. രാമൻ ഭൂമി ഭരിച്ച കാലത്ത് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല. സ്ത്രീകളെല്ലാം സുമംഗലികളായി സുഖികളായി വർത്തിച്ചു. രാമന്റെ കാലത്ത് രോഗികളും ഉണ്ടായിരുന്നില്ല. മനോവാക്കായകങ്ങളെ കൊണ്ട് എല്ലാവരും ധർമ്മിഷ്ഠരായിരുന്നു. രാമരാജ്യം എന്നൊരു പദം അന്നു മുതൽ നടപ്പിലായി. ആ പദം സൂചിപ്പിക്കുന്നത് ജനങ്ങൾക്കേവർക്കും പരിപൂർണ സുഖം എന്നും സാക്ഷാത്തായ സുഖം എന്നുമാണ്. അക്കാലത്ത് വൃക്ഷങ്ങൾ ഒരിക്കലും കായ്ക്കാതിരുന്നിട്ടില്ല. മേഘങ്ങൾ വേണ്ട കാലങ്ങളിൽ വർഷിച്ചിട്ടുണ്ട്. ഹിംസ്രജന്തുക്കൾ നാട്ടുകാരെ ഉപദ്രവിക്കാതെ കാടുകളിൽ ഒതുങ്ങി നിന്നു. ധനലോഭം ആർക്കും ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ അതൃപ്തിയും ഉണ്ടായിരുന്നില്ല. ജനങ്ങളെല്ലാം സത്തുക്കളായിരുന്നു. ഈശ്വര വിശ്വാസമുള്ളവരും എപ്പോഴും ധർമ്മമാർഗത്തിലൂടെ ചരിക്കുവാൻ പ്രവണതയുള്ളവരുമായിരുന്നു. ഏവരും സുഖികളായിരുന്നു. രാമൻ ഭൂമി വാഴും കാലത്ത് രാജ്യത്ത് ഐശ്വര്യമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. രാമരാജ്യകാലം അങ്ങനെയായിരുന്നു. പുരാതന കാലത്ത് മഹർഷി വാൽമീകിയാൽ വിരചിതമാണ് ഈ കഥ. ഇത് പവിത്രവും പാവനവുമാണ്. ഇത് ആദികാവ്യമാണ്. ഇത് മനസ്സ് വായിച്ച് ഗ്രഹിക്കുന്നവർക്ക് പരിശുദ്ധി ഉണ്ടായിത്തീരും, പാപവിമോചനമായി തീരും. ഇതിന്റെ പാരായണം ദീർഘായുസാകുന്നു. രാമന്റെ പട്ടാഭിഷേക കഥ കേട്ടാൽ സന്തതിയില്ലാത്തവർക്ക് സൽസന്താനങ്ങൾ ഉണ്ടാകും. ദരിദ്രൻ ധനവാനായി തീരും. ക്ഷത്രിയൻ ശത്രുക്കളെ കീഴടക്കി വിജയിയായി ഭവിക്കും. സ്ത്രീകൾ കൗസല്യയെപ്പോലെ മഹതികളായി തീരും. രാമനോടെല്ലാവർക്കും എപ്രകാരമായിരുന്നുവോ അപ്രകാരം ഏവർക്കും പ്രിയപ്പെട്ടവനായി തീരും പുരുഷന്മാർ. കുറ്റമറ്റവനായ പാപമരഹിതനായ രാമന്റെ ഈ കഥ കേൾക്കുന്നവൻ ദീർഘായുഷ്മാനായി തീരും. വാൽമീകിയാൽ രചിക്കപ്പെട്ട ഈ പുരാതന കാവ്യം ഭക്തിയോടെ കേൾക്കുന്നത് കോപത്തെ കീഴടക്കുവാൻ കഴിയും. ഏറ്റവും ഫലമായ ആപത്തുകളെയും ധീരതയോടെ നേരിടുവാനും ഇത് സഹായിക്കും. ദീർഘകാലമായി വേർപിരിഞ്ഞു നിൽക്കുന്ന ബന്ധുക്കൾ രമ്യതയോടെ ഒത്തുചേരുന്നതിനും ഇതിന്റെ പാരായണം അത്യുത്തമമാണ്. ഇത് നിത്യേന പാരായണം ചെയ്യുന്നവന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറും. ഈ കാവ്യം ശ്രദ്ധയോടെ പഠിക്കുന്നവന്റെ നേരെ ദേവന്മാർ പ്രസാദിക്കും. ഈ കഥ കേൾക്കുന്നവർക്കും ദേവന്മാർ വരങ്ങൾ നൽകും. അവരുടെ ജീവിതത്തിൽ ഉൾപ്പെടുന്ന വിഘ്നങ്ങൾ തനിയെ മാഞ്ഞുപോകും. ഈ കഥ കേൾക്കുന്ന രാജാക്കന്മാർ വിജയമേ ഉണ്ടാവുകയുള്ളൂ. സഞ്ചാരികൾക്ക് കഷ്ടപ്പാടുണ്ടാവില്ല. സ്ത്രീകൾക്ക് പുത്രലാഭം ഉണ്ടാകും. ഈ ഗ്രന്ഥം പൂജിക്കുന്നവനും നിത്യപാരായണം ചെയ്യുന്നവനും പാപവിമുക്തനാകും, ദീർഘനിഷ്ഠനുള്ളവനുമാകും. സർവ്വവ്യാപിയായ ഭഗവാൻ നാരായണൻ, പാൽക്കടലിൽ പള്ളികൊള്ളുന്ന സാക്ഷാൽ ശ്രീഹരി എന്നുകൂടി പേരുള്ള ഭഗവാൻ, ആദിമാധ്യാന്തങ്ങളില്ലാത്ത സർവേശ്വരനായ പുരാതനായ ഈശ്വരനാണ് രാമൻ. ഈ രാമായണം പഠിക്കുന്നവനെ അദ്ദേഹം അനുഗ്രഹിക്കും. രാമകഥ കേൾക്കുന്നവനെ സന്താന സമ്പൽ സമൃദ്ധിയും മനഃശാന്തിയും ആത്മസംതൃപ്തിയും അവന് ലഭിക്കും. അവന്റെ സർവ്വ ആഗ്രഹങ്ങളും സാധ്യമായി തീരും. രാമായണ പഠനം ദീർഘായുസ് നൽകുന്നു, യശസ്സേകുന്നു. സോദരന്മാർ തമ്മിൽ മൈത്രി തുരുന്നു, സൽബുദ്ധിയും യശസ്സും നൽകുന്നു. രാമായണ പഠനം മൂലം ഇപ്പറഞ്ഞതെല്ലാം തന്നെ മനുഷ്യനുണ്ടായിത്തീരുന്നു. ഭക്തിയോടെ രാമായണ കഥ പാടുക. നിങ്ങൾ അനുഗ്രഹീതരാകട്ടെ. ഭഗവാൻ നാരായണന്റെ അനുഗ്രഹത്താൽ ലോകം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. പിൻഗാമികൾ രാമായണം പഠിക്കുന്നത് കണ്ട് പിതൃക്കൾ സംതൃപ്തി നേടട്ടെ. ദേവന്മാർ സന്തോഷിക്കട്ടെ. വാൽമീകിയാൽ വിരുദ്ധമായി രാമായണം പഠിക്കുന്ന ഒരുവൻ തീർച്ചയായും സ്വർഗത്തിൽ ഒരു സ്ഥാനം നേടുന്നതാണ്. ഓം തൽസൽ ഹരീം ഓം. ഓം ശാന്തി ശാന്തിനി. ഇതോടുകൂടെ ടോക്സിൻസ് അവതരിപ്പിക്കുന്ന രാമായണം കഥാരൂപത്തിൽ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും പുതിയ പുതിയ വേദോചിതമായ അറിവുകളുമായി വീണ്ടും വരാം. ഈ ജൈത്രയാത്രയിൽ നമ്മുടെ കൂടി സഹകരിച്ച എല്ലാവർക്കും 1000 നന്ദി നേരുന്നു. ചാനലിൽ ഇപ്പോൾ തന്നെ മഹാഭാരതം പ്ലേലിസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. മഹാഭാരതം എന്ന ഇതിഹാസം കേൾക്കുവാൻ എല്ലാവരും തയ്യാറാവുക.